ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാ ഹൗസസും ഉണ്ടാക്കുന്നത് ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചാണ്. പക്ഷെ ബേൺഡ് ബ്രിക്സ് മാത്രമല്ല, അൺബേൺഡ് ആയിട്ടുള്ള ബ്രിക്സും കൺസ്ട്രക്ഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസിലും വീടുകളുടെ നിർമ്മാണങ്ങളെല്ലാം തന്നെ ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അത് പല രീതിയിൽ ബേൺ ചെയ്യപ്പെടാം. സൺ ബേൺഡ് ബ്രിക്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചൂളയിൽ വെച്ച് കത്തിച്ചെടുക്കുന്ന കിൽൻ ബേൺഡ് ബ്രിക്സ് ഉണ്ട്. പല രീതിയിലും ബേൺഡ് ബ്രിക്സ് യൂസ് ചെയ്യാറുണ്ട്. എല്ലാ വീടുകളുടെയും എൻട്രൻസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കേസിലും സൈഡ് സ്ട്രീറ്റുകളോട്ടായിരിക്കും. സൈഡിൽ റോഡ് ഉണ്ടാവില്ല, മെയിൻ റോഡ് ഉണ്ടാവും, അത് പോരാതെ സൈഡിൽ റോഡ് ഉണ്ടാവും അല്ലെ. എല്ലാം തന്നെ സ്ട്രീറ്റിന്റെ സൈഡുകളിലായിരിക്കും ഈ എൻട്രൻസ് ഒക്കെ ഉണ്ടാവുക. മെയിൻ റോഡിലേക്ക് ഒരിക്കലും എൻട്രൻസ് തുറക്കത്തില്ല എന്നാണ് പറയുന്നത്. കാരണം പറയുന്നത് വെച്ചാൽ ഇവർ പ്രൈവസിയെ സപ്പോർട്ട് അല്ലെങ്കിൽ പ്രൈവസിയെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു, പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ആൾക്കാരെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എൻട്രൻസ് എല്ലാം തന്നെ സ്ട്രീറ്റിന്റെ സൈഡുകളിലേക്കാണ് ഉണ്ടായിരുന്നത്. എല്ലാ വീടുകൾക്കും ഓൾമോസ്റ്റ് വീടുകൾക്കൊക്കെ സ്റ്റെയർ കേസുകൾ ഉണ്ടായിരുന്നു. കാരണം ഈ ഡബിൾ സ്റ്റോറീഡ് ബിൽഡിങ്സും നമുക്ക് അവിടെ കാണാൻ പറ്റും. സിംഗിൾ സ്റ്റോറീഡും ഉണ്ട്, ഡബിൾ സ്റ്റോറീഡ് ബിൽഡിങ്സും നമുക്ക് IVC കാണാൻ കഴിയും. അപ്പോൾ അത്തരം ഡബിൾ സ്റ്റോറി ബിൽഡിങ്സിലെല്ലാം സ്റ്റെയർ കേസുകൾ ഉണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ കേസിലും സ്റ്റെയർ വേസ് ആർ മേഡ് അപ്പ് ഓഫ് വുഡ്, തടി കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. വുഡ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെയർ കേസുകളായിരുന്നു മോസ്റ്റ് ഓഫ് ദ കേസിലും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എല്ലാ വീടുകൾക്കും എന്തുണ്ടാവും, ഒരു ബാത്റൂം ഉണ്ടായിരുന്നു. ആൻഡ് ദി എൻറ്റയർ സിറ്റി വാസ് പ്രൊട്ടക്റ്റഡ് ബൈ എ സിറ്റി വാൾ. ഒരു സിറ്റി എടുത്തു കഴിഞ്ഞാൽ ആ സിറ്റിയെ കംപ്ലീറ്റ്ലി കവർ ചെയ്തുകൊണ്ട് ഒരു ഫോർട്ടിഫൈഡ് വാൾ ഉണ്ടാവും. ഓക്കെ, ഒരു ഫോർട്ടിഫിക്കേഷൻ കൊടുത്തിരുന്നു, സിറ്റി വാളുകൾ നിർമ്മിച്ചിരുന്നു. ചിലപ്പോൾ അത് കംപ്ലീറ്റ് ഒറ്റ സിറ്റിക്ക് മൊത്തത്തിലായിട്ട് ഒരു സിംഗിൾ വാൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഓരോ ടൗണിനും സെപ്പറേറ്റ് ആയിട്ട് വാളുകൾ ഉണ്ടാകും. ഇപ്പം അപ്പർ ടൗണിന് ചുറ്റുമായിട്ടൊരു വാൾ ഉണ്ടാവും, ലോവർ ടൗണിന് ചുറ്റുമായിട്ടൊരു വാൾ ഉണ്ടാവും, പിന്നെ കംപ്ലീറ്റ് സിറ്റിക്ക് മൊത്തത്തിലായിട്ട് വാൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ ഇങ്ങനെ ടൗൺ ബൈ ടൗൺ ഡിവിഷൻ വേണമെന്ന് നിർബന്ധമില്ല, കംപ്ലീറ്റ് സിറ്റിക്ക് ഒരു വലിയൊരു ഫോർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എന്തിനാണ് ഈ സിറ്റി വാളുകൾ നിർമ്മിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, എക്സ്റ്റേണൽ ഇൻവേഷനിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്, പുറത്തുനിന്ന് ആരെങ്കിലും ഇൻവേഡേഴ്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫ്ലഡിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം ഇൻഡസ് റിവർ എന്ന് പറഞ്ഞാൽ ഈ കൈൻഡ് ഓഫ് പെരീനിയൽ റിവർ സിസ്റ്റമാണ്. വർഷാവർഷം മഴ കിട്ടും, വർഷാവർഷം മഴ കിട്ടുന്ന സമയത്തും വെള്ളം ഉണ്ടാവും, മഞ്ഞുരുകിയും വെള്ളമുണ്ടാവും. എല്ലാ വർഷവും കംപ്ലീറ്റ് വർഷം മൊത്തത്തിൽ ആനുവലി വെള്ളം ഉണ്ടാവുന്ന ഒരു കൈൻഡ് ഓഫ് റിവർ സിസ്റ്റമാണ് ഇൻഡസ് വാട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഫ്ലഡ് വരാനുള്ള സാധ്യതകളും കൂടുതലായിരുന്നു. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിറഞ്ഞ് കവിഞ്ഞ് സിറ്റിയിലോട്ട് ഒഴുകാനുള്ള സാധ്യതകൾ കൂടുതലായിരുന്നു. അപ്പം അതിൽ നിന്നും പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ കൂടിയാണ് ഇവർ ഈ സിറ്റി വാളുകൾ കണ്ടിട്ടുള്ളത്. ദ പ്രൈമറി റീസൺ ഫ്ലഡിൽ നിന്ന് രക്ഷപ്പെടാന്നുള്ളതാണ്. രണ്ടാമത്തെ സെക്കൻഡറി റീസൺ ആയിട്ടാണ് ഈ എക്സ്റ്റേണൽ ഇൻവേഷൻ ഒരു കോണ്ടെക്സ്റ്റ് ആയിട്ട് പറയാറുള്ളത്. ഇനി ചില സൈറ്റുകളുണ്ട്, ഇപ്പോൾ ധോളാവീര അതുപോലെ ലോത്താൽ, ഈ രണ്ട് സൈറ്റുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ രണ്ട് സൈറ്റുകളിൽ ദ എൻറ്റയർ സെറ്റിൽമെന്റ് വാസ് ഫോർട്ടിഫൈഡ്. എന്ന് വെച്ചാൽ ഓരോ ടൗണുകൾക്കും ഇടയിൽ എന്തുണ്ടായിരുന്നു, ഫോർട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ധോളാവീര, ലോത്താൽ. ധോളാവീര ഞാൻ പറഞ്ഞു 3 ടൗണായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. 3 ടൗണുകൾക്കും ഇടയിൽ ഉണ്ടായിരുന്നു എന്തുണ്ടായിരുന്നു, ഫോർട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇത് എന്തിനാണ് ഉണ്ടാക്കിയത്, പ്രൈമറി പർപ്പസ് എന്തായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ ടൗൺ പ്ലാനിങ് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. മൊഹൻജദാരോ എന്ന സൈറ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷൻ, ഒരു സൈറ്റാണ്, ഒരു 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 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ദ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഗ്രേറ്റ് ബാത്ത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഗ്രേറ്റ് ബാത്ത്. ദിസ് ഇസ് ഗ്രേറ്റ് ബാത്ത്. ചെറിയൊരു കുളക്കടവ് പോലെ സംഭവമാണ്. വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന പോലെ ചെറിയൊരു എൻബാക്ക്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇത് കുളിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന റിച്വൽ ബാത്തിങ് സൈറ്റായിട്ട് ഉപയോഗിച്ചിരുന്നൊരു സംഭവമാണ്, ഒരു സ്ട്രക്ചറാണ്. റിച്വൽ ബാത്തിങ് സൈറ്റാണ്. എല്ലാ ദിവസവും വന്ന് കുളിക്കാൻ കഴിയുന്ന രീതിയിലൊരു ബാത്ത് ഏരിയ ഒന്നും അല്ല. എന്തെങ്കിലും സ്പെഷ്യൽ സെറമണീസ് വരുന്ന സമയത്തോ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് വരുന്ന സമയത്തോ റിച്വൽസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നൊരു ബാത്തിങ് സൈറ്റ്. ഓക്കെ, ഇത് മൊത്തത്തിൽ ഒരു വലിയൊരു കൊളീജിയറ്റ് ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഗ്രേറ്റ് ബാത്ത് കാണാൻ പറ്റുക, വിച്ച് ഇസ് ഇൻ മൊഹൻജദാരോ. 2 സൈഡിൽ കോണിപ്പടികളുണ്ട്, കയറിപ്പോവാനും ഇറങ്ങി വരാനൊക്കെ ഉള്ള കോണിപ്പടികളുണ്ട്. നോക്കിയേ, ചുറ്റും ചെറിയ 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 മുറികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഡ്രസ്സിങ് റൂമുകളായിട്ട് വസ്ത്രം മാറാനൊക്കെ വേണ്ടിയിട്ട് ചില ഡ്രസ്സിങ് റൂമുകൾ സൈഡുകളിലായിട്ട് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി ബ്രിക്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സ്ട്രക്ചറാണ് ഇത്. താഴെ ഭാഗം നോക്കുക, ഫ്ലോർ നോക്കുക. ഫ്ലോർ ഇസ് ആക്ച്വലി ബിറ്റുമിനൈസ്ഡ്. ഓക്കെ, ബിറ്റുമിനൈസ് ചെയ്തിട്ടുണ്ട്.
ബിറ്റുമിനൈസ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ബിറ്റുമിൻ എന്നൊരു സബ്സ്റ്റൻസ് ഉണ്ട്, കോളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ബിറ്റുമിൻ സബ്സ്റ്റൻസ്. ഈ ബിറ്റുമിൻ സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫ്ലോർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം എന്താവില്ല, താഴോട്ട് ഡ്രെയിൻ ഔട്ട് ആയി പോകത്തില്ല, വെള്ളം പെട്ടെന്ന് ഡ്രെയിൻ ആവില്ല, വെള്ളം പെട്ടെന്ന് ലീക്ക് ആവത്തില്ല. അപ്പം അത്തരം ബിറ്റുമിനൈസ്ഡ് ഫ്ലോർ ആയിരുന്നു താഴെ ഭാഗത്തുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചറാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു ഇതൊരു റിച്വൽ ബാത്തിങ് സൈറ്റ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒന്നും അതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കാറുമില്ല. എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത്, ഒക്കേഷനൊക്കെ വരുന്ന സമയത്ത് തൊട്ടടുത്തൊരു കിണറുണ്ടാവും. ഇതൊരു ചെറിയ സ്ട്രക്ചറാണെന്ന് കരുതുന്നത്. ഇവിടെ ഒരു ചെറിയൊരു വെല്ലുണ്ട്. ഓക്കെ, ഒരു ചെറിയൊരു കിണറുണ്ട്. ആ കിണറ്റിൽ നിന്നും വെള്ളം കോരി ഇങ്ങോട്ടേക്ക് ഒഴിക്കാറാണ് പതിവ്. അതുകൊണ്ട് എപ്പോഴൊന്നും വെള്ളം കാണത്തില്ല. ആവശ്യമുള്ള സമയത്ത് ഇവർ കിണറ്റിൽ നിന്നും വെള്ളം കോരി ഒഴിക്കും. ഇതിലൊരു ഇൻലെറ്റ് വാൽവ് ആബ്സെൻ്റ് ആണ്. വെള്ളം വരാനുള്ള പ്രൊവിഷൻ ഇല്ല ഇതിനകത്ത്. പക്ഷേ ആവശ്യം കഴിഞ്ഞാൽ വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യാനുള്ള ഔട്ട്ലെറ്റ് വാൽവ് ഉണ്ട്. അപ്പം വെള്ളം വരാനുള്ള പ്രൊവിഷൻ ഇല്ല. ഒരു പൈപ്പ് തുറന്നു വിട്ടാൽ വരാവുന്ന രീതിയിലുള്ള പ്രൊവിഷനൊന്നുമില്ല. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ച് നിറച്ചിടും. കഴിയുമ്പം ഇവരെന്ത് ചെയ്യും, ഔട്ട്ലെറ്റ് വാൽവ് തുറന്നു വിടും. ഔട്ട്ലെറ്റ് വാൽവ് ഉണ്ട്, അപ്പോൾ അത് വെച്ചാൽ ഡ്രെയിൻ ഔട്ട് ചെയ്ത് കളയും. ഇങ്ങനെയുള്ളൊരു റിച്വൽ ബാത്തിങ് സൈറ്റാണ്. ഇതുപോലെ അല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമുക്ക് ഇങ്ങനെയാണെങ്കിലും ശരിക്കും ഇത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ ആയിരുന്നു, ചുറ്റും മതിലുകൾ വെച്ച് ക്ലോസ്ഡ് ആയിരുന്നു. ചില ഹിസ്റ്റോറിയൻസ് പറയുന്നത് മുകളിലും ക്ലോസ്ഡ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുള്ള എവിഡൻസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല. അങ്ങനെയുള്ളൊരു സ്ട്രക്ചറാണ് ദ ഗ്രേറ്റ് ബാത്ത്. അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് സെർവ്ഡ് ആസ് എ റിച്വൽ ബാത്തിങ് സൈറ്റ്സ്. സ്റ്റെപ്പുകളുണ്ട് ഓൺ ഐദർ സൈഡ്. ഡ്രസ്സിംഗ് റൂമുകൾ ഉണ്ടായിരുന്നു. ഫ്ലോർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ബിറ്റുമിനൈസ്ഡ് ബേൺഡ് ബ്രിക്സ്. ഇൻലെറ്റ് വാൽവ് ഇല്ല, പക്ഷേ ഔട്ട്ലെറ്റ് വാൽവ് ഉണ്ട്, വെള്ളം ഡ്രെയിൻ ഔട്ട് ചെയ്യാം. വാട്ടർ, സാധാരണ വെള്ളം എടുത്തിരുന്നത് ഒരു കിണറ്റിൽ നിന്നായിരുന്നു. അതുപോലെ ദ ഹോൾ കോംപ്ലക്സ് ഒരു സിംഗിൾ യൂണിറ്റ് ആയിരുന്നു. ഇതിനെ കൊളീജിയറ്റ് ബിൽഡിംഗ് എന്നാണ് പറയപ്പെടുന്നത്, വിച്ച് ഇസ് ലൊക്കേറ്റഡ് ഇൻ മൊഹൻജദാരോ. സോ ഇതാണ് ദി ഗ്രേറ്റ് ബാത്ത്.